ഗൗരവമേറിയ ചില ദൈവശബ്ദങ്ങൾ എന്നോടും നിങ്ങളോടും വളരെ ഗൗരവമായിട്ട് ദൈവം അറിയിക്കുമ്പോൾ എങ്ങനെ നടക്കുമെന്ന് ചോദിക്കുന്നത് അവിശ്വാസത്തിൻ്റെ ആ ഒരു ഇത് ഉള്ളത് കൊണ്ടാണ്. സാഹചര്യങ്ങളെല്ലാം നമ്മൾ വിശ്വസിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ വിശ്വസിക്കണം. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയോടും സ്വാഗതം. നല്ലൊരു ദിവസം കൂടെ കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കാനും പ്രാർത്ഥിപ്പാനും വചനം ധ്യാനിക്കാനും ഒക്കെ ദൈവം നമുക്ക് തരുന്ന ബലത്തിനായിട്ട് സ്തോത്രം പറയാം. ഞങ്ങളുടെ ജീവിതത്തിനകത്തൊക്കെ ഈ ദിവസങ്ങളിൽ കടന്നു വന്ന ചില പ്രയാസങ്ങൾ വേദനയ്ക്ക് കാരണമായെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അത് നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. വിശ്വസിക്കണം അത് കേട്ടോ. ചില പ്രയാസകരമായ അനുഭവങ്ങളിലൂടെ പോയവർ എന്നെ കേൾക്കുന്നെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. ഈ ആരംഭ നിമിഷങ്ങളിൽ ഞാൻ പറയാം, അത് ചില ദൈവിക പദ്ധതികളുടെ പൂർത്തീകരണത്തിന് വേണ്ടി തൽക്കാലത്തേക്ക് അതൊരു ദുഃഖമാണെന്ന് തോന്നുന്നെങ്കിലും ആത്യന്തികമായിട്ട് ഒരു പെർമനൻ്റായിട്ടൊരു സൊല്യൂഷനാക്കി പെർമനൻ്റ് ഒരു ഡെലിവറൻസ് ആക്കി ദൈവം മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ദൈവാലോചനയെ അവിശ്വസിച്ചത് നിമിത്തം ഊമനായിത്തീർന്ന സെക്കരിയാവിനെ കുറിച്ചാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-18 സെക്കരിയാവ് ദൂതനോട്, ഇത് ഞാൻ എന്തൊന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധി നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. 2 കാര്യമാണ് ഈ 2 വാക്യത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ഞാൻ എങ്ങനെ അറിയും എന്ന് ചോദിച്ച സെക്കരിയാവിൻ്റെ ഒരു ചോദ്യം എന്നുവെച്ചാൽ അവനതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. വയസ്സ് ചെന്ന് വൃദ്ധരായ ഈ ദമ്പതികൾക്ക് ഒരു വാക്തത്വ തലമുറ ജനിക്കാൻ പോകുന്നു എന്നുള്ളത് സെക്കരിയാവിന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. കുഞ്ഞെ, നീ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് ചില ദൈവാലോചന നിറവേറാൻ പോവാ. അക്സെപ്റ്റ് ചെയ്യാതിരുന്നാൽ അതിൻ്റെ കോൺസിക്വൻസ്, ഭവിഷ്യത്ത് നിനക്ക് തന്നെയാണ്. ദൈവാലോചനയ്ക്കൊരിക്കലും മാറ്റം വരത്തില്ല. ഈ പ്രഭാതത്തിൽ വളരെ ഗൗരവമായിട്ട് നിങ്ങളോട് ഈ ദൂതയും സംസാരിക്കുക. ഇന്നലകളിൽ ഏതെങ്കിലുമൊക്കെ ദൂതുകൾ നിങ്ങൾ അവിശ്വസിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സാഹചര്യങ്ങളെ വെച്ചിട്ട് നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ടോ, ഇതെൻ്റെ ജീവിതത്തിൽ നിറവേറുമോ, ഇതെൻ്റെ ജീവിതത്തിൽ നടക്കുമോ എന്ന് പറയുന്ന അനുഭവങ്ങളുണ്ടോ? അതോ മറ്റൊരാളിലേക്ക് ആ ദൂതിനെ ഡൈവേർട്ട് ചെയ്ത് വിടുന്ന ഒരു അനുഭവം നിൻ്റെ ജീവിതത്തിനകത്തുണ്ടോ? കുഞ്ഞെ, ആത്മാ പറയുന്നില്ല. നിന്നെ ദൈവം ടാർഗറ്റ് ചെയ്യുകയാ. ചില ദൂതുകൾ നിൻ്റെ മേൽ തന്നെ നിറവേറേണ്ടതാ. അതിനി ശമൂവേലിൻ്റെ കാഴ്ചയ്ക്ക് ഏലിയാബ് യോഗ്യനാണെന്ന് തോന്നിയാലും അമീനാദാബും ശമ്മയുമൊക്കെ യോഗ്യനാണെന്ന് തോന്നിയാലും ദൈവം അവരെ മാറ്റി നിർത്തിയിട്ട് പറയില്ല, അവനാണ്, ദാവീദാണ് ആ അഭിഷേക തൈലം വഹിക്കാൻ. വീഴാൻ അവരൊക്കെ ചിലപ്പോൾ ആമേൻ പര്യാപ്തമുള്ളവരായിരിക്കും, പക്ഷെ അത് വഹിക്കാൻ ദാവീദിന് മാത്രമേ കഴിയത്തുള്ളൂ. വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേല, നിന്നോടിത് അറിയിക്കാൻ ദൈവം എന്നെ അയച്ചിട്ട് ഞാൻ വന്നതാ. ഞാൻ ഇവിടെ വരേണ്ട ആളല്ല, പക്ഷെ നിന്നോട് അറിയിക്കാൻ വേണ്ടി മാത്രം ഞാനിത് വന്നതാ. നീ അവിശ്വസിച്ചല്ലോ. ഇനി വാ തുറക്കുന്നത് ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷമായിരിക്കും. ഉണ്ടോ? എത്ര അവിടെ ശുശ്രൂഷകാലം തീരുന്നത് വരെ നിന്നിട്ട് വീട്ടിലോട്ട് പോയി ആ കുഞ്ഞ് ജനിക്കുന്നത് വരെ ഏകദേശം 1 വർഷത്തോളമെങ്കിലും ഊമനായിട്ട് സെക്കരിയാവ് പാർത്ത് കേട്ടോ. പക്ഷെ അവൻ്റെ വാ തുറന്നത് അവൻ പ്രവചിച്ചോണ്ടാ. അവൻ പ്രവചിച്ചോണ്ടാ. അതാ ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചേ, ചില സന്ദർഭങ്ങളിൽ നിനക്ക് ചിലത് വേദനയ്ക്ക് കാരണമായി എന്ന് തോന്നുന്നോ? ഇല്ല, അതിനകത്തൊരു ദൈവപ്രവൃത്തി ദൈവം വെളിപ്പെടുത്താൻ ശക്തനാ കുഞ്ഞേ. ഒരു വിടുതൽ ദൈവം നിനക്ക് വേണ്ടി കൽപ്പിച്ചു തരാൻ ദൈവശക്തനാ. ആ ദൈവകരങ്ങളിൽ ഈ പ്രഭാതത്തിലും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സെക്കരിയാവിനെ പോലെ അവിശ്വസിക്കാതെ മറിയെപ്പോലെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സമർപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിട്ട് നമുക്ക് മാറാം. ദൈവരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. സ്വർഗീയ പിതാവേ, വളരെ ശാന്തമായി ഒരു ഷോർട്ട് മെസ്സേജ്, വളരെ ഗൗരവമേറിയൊരു ദൈവദൂത് നിൻ്റെ ജനത്തിന് അവിടുന്ന് കൊടുക്കാൻ നീക്ക് പ്രസാദം തോന്നിയല്ലോ. ഈ പ്രഭാതത്തിൽ ഈ ദൂതിൻ്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി സമർപ്പിക്കുന്നു. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ
ഒരസാധാരണമായൊരു വിടുതൽ അവിടുന്ന് കൽപ്പിക്കണമെന്ന് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കൃപ പകരണം, ബലം കൽപ്പിക്കണം, ജയം പകരണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. ഞാൻ പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.